ഹായ് ഡിയേഴ്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 16 പാനൽ കുർത്തി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. വളരെ എളുപ്പമാണ് ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങും. യോക്ക് പാർട്ട് ഞാൻ പ്രിൻസസ് കട്ടാണ് ചെയ്യുന്നത്. ബാക്ക് സൈഡ് നോർമലായിട്ട് നമ്മൾ ചെയ്യുന്നു. താഴേക്ക് സ്കേർട്ട് നമ്മൾ 16 പാനലായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ 3 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. കോട്ടൺ അല്ല, ഇത് കോട്ടൺ പോലെ തന്നെ തോന്നും. പോളിസ്റ്റർ ടൈപ്പ് തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇത് മീറ്ററിന് 88 രൂപയാണ് പ്രൈസ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് തയ്ച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് നല്ലതല്ലേ, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് തുണി എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് പ്രിൻസസ് കട്ട് ചെയ്യണം. അപ്പോൾ അത് ഞാൻ പേപ്പറിലാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. അതിന് ശേഷം നമുക്ക് തുണിയിൽ വെച്ച് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ എന്തിനാണ് പേപ്പറിൽ കട്ട് ചെയ്യുന്നതെന്നുള്ളത് കട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു തരാം. അത് കുറച്ചുകൂടെ എളുപ്പവും നമുക്ക് തുണിയിൽ അത്ര അങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് പേപ്പറിൽ കട്ട് ചെയ്യുന്നത്. അപ്പോൾ യോക്കിൻ്റെ ലെങ്ത്താണ് ആദ്യം നമുക്ക് എടുക്കേണ്ടത്. ഞാനിവിടെ 15 ഇഞ്ചും 1 ഇഞ്ച് തയ്യൽ തുമ്പടെ കൂട്ടി 16 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഓരോരുത്തരുടെ ലെങ്ത് അനുസരിച്ചാണ് യോക്ക് വരുന്നത്. അതിനുശേഷം നമുക്ക് നെക്ക് 3ഉം അതുപോലെ ഷോൾഡർ 3.5 കൂട്ടി 6.5 ടോട്ടൽ ഇവിടെ ഷോൾഡർ ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കറക്റ്റ് 6.5 മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ താഴെയും കൂടെ ജസ്റ്റ് 6.5 ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ഇതാ 6.5 മാർക്ക് ചെയ്തു. ഇനി ഈ 2 ലൈനും മുട്ടിച്ച് നമുക്ക് താഴേക്ക് ആം ഹോൾ വരയ്ക്കാം. ആം ഹോൾ ഞാനിവിടെ എടുക്കുന്നത് 7 ഇഞ്ചാണ്. നമ്മൾ സാധാരണ എടുക്കുന്ന അളവില്ലേ, അതേ അളവ് തന്നെയാണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ. ഓരോരുത്തരുടെ അളവ് എത്രയാണോ അത് തന്നെ നിങ്ങൾക്ക് എടുത്തു കൊടുക്കാം. ചെസ്റ്റ് വണ്ണം 10.5, 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി ഞാൻ 12.5 ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. അതിനുശേഷം താഴെ നമ്മുടെ വേസ്റ്റ് ഭാഗത്ത് 9 ഇഞ്ചാണ്. 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി അവിടെയും നമ്മൾ 11 കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് മുട്ടിക്കുക. അതിനുശേഷം ആം ഹോൾ കർവ് ഞാനിവിടെ 1.7 കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ബാക്ക് സൈഡ് റെഡിയായി. ഞാനിപ്പോൾ ലൈനിങ് വെക്കുന്നില്ല കുർത്തിക്ക്. അപ്പോൾ നിങ്ങൾ ലൈനിങ് വെക്കുന്നുണ്ടെങ്കിൽ നെക്ക് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ലൈനിങ് തയ്ച്ച് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ക്യാൻവാസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്ക് സൈഡ് നമ്മളിപ്പം വരച്ചില്ലേ, അതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തു. ഇനി തുണി നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. തുണി നമുക്ക് സാധാരണയാണെങ്കിൽ ഇതിപ്പോൾ ലൈൻ പോലെയുള്ള പൂക്കളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ തല തിരിച്ചാണെങ്കിൽ ഭംഗി ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഇതേപോലെ 4ആയിട്ട് മടക്കി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. വണ്ണം കുറഞ്ഞ കുട്ടികൾ, അതായത് ചെസ്റ്റ് വണ്ണം 34, 36 ഉള്ളവർക്ക് അങ്ങനെ എടുക്കാം. അതല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വീതിയിൽ മടക്കി ഇട്ടിട്ടാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഡിസൈൻ ഒന്നുമില്ല, എല്ലാം ഒരേപോലത്തെ ഡിസൈൻ ആണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എനിക്കിപ്പോൾ അങ്ങനെയും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ തുണി ഞാൻ ഇപ്പം യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതേപോലെ തേരുവശം താഴേക്ക് വലിച്ച് ഇട്ട് വീതിയിൽ തുണി മടക്കി ഇട്ടു. എന്നിട്ട് ബാക്ക് സൈഡ് ആദ്യം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഇതുപോലെ പിൻകുത്തി ഒക്കെ വെക്കുക. എന്നിട്ട് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. ബാക്ക് സൈഡിന് ഒരു വ്യത്യാസവും ഇല്ല, സെയിം അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. ഒരു മാർക്കിങ് വിട്ടുപോയി താഴെ ഈ ഭാഗം ഇതിങ്ങനെ കർവ് ചെയ്ത് 1 ഇഞ്ച് മുകളിലേക്കാക്കി കട്ട് ചെയ്യണം. നമ്മുടെ താഴേക്ക് തൂങ്ങി നിൽക്കാതിരിക്കാനാണ്. അപ്പോൾ അത് കട്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ ബാക്ക് സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് കിട്ടി. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് സൈഡ് കട്ട് ചെയ്യും മുമ്പേ പേപ്പറിൽ നമുക്ക് ബാക്കി മാർക്കിങ് ചെയ്യാം. ആം ഹോളിൻ്റെ മിഡിൽ പോയിൻ്റ് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് 1/2 ഇഞ്ച് കർവ് ചെയ്ത് ഇതേപോലെ എടുത്തു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അത് കട്ട് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. ആം ഹോള് കുഴിച്ചെടുക്കാനായിട്ട് ഓർക്കണം. ഇനി അടുത്തത് നമ്മുടെ ബെസ്റ്റ് പോയിൻ്റാണ്. അത് നേരെ ഷോൾഡറിൽ നിന്നും കറക്റ്റ് നമ്മുടെ പോയിൻ്റ് എത്ര ആണെന്ന് ബോഡിയിൽ നിന്ന് നമ്മൾ അളവെടുക്കുക. എന്നിട്ട് ഇവിടെ ഞാൻ 10 ആണെങ്കിൽ 1/2 ഇഞ്ച് കൂട്ടി 10.5 മാർക്ക് ചെയ്തു. എന്നിട്ട് 2 ബ്രസ്റ്റിൻ്റെയും കൂടെ ഉള്ള അകലം അത് ഞാനിവിടെ 4 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ ആ മുകളിൽ നിന്നുള്ള 10.5യും നമ്മുടെ നെഞ്ച് അകലത്തിൻ്റെ 4ഉം കൂടെ ഒരൊറ്റ പോയിന്റിൽ തന്നെ വന്ന് നിൽക്കണം. അതാണ് നമ്മുടെ കറക്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അതിനുശേഷം അപ്പോൾ ഇത് അകലം 4 ഇഞ്ചല്ലേ, സെയിം അതേ 4 ഇഞ്ച് തന്നെ താഴേക്ക് മാർക്ക് ചെയ്യുക. ഈ പ്രിൻസസ് കട്ട് ചെയ്യുന്നത് പല മോഡലിൽ ആൾക്കാർ ചെയ്യാറുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അവർ പഠിക്കുന്ന മെത്തേഡും പിന്നെ നമുക്ക് സ്വന്തമായിട്ട് ചേഞ്ചസും ഒക്കെ വരുത്താവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഈ ഒരു മെത്തേഡാണ്. എനിക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടാറുണ്ട്. ഇത് 1/2 ഇഞ്ച് എന്നിട്ട് 2 വശത്തേക്ക് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 4 ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്ത് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് വരയ്ക്കുകയാണ് കേട്ടോ. അതിനുശേഷം 1/2 ഇഞ്ച് വീതിയിൽ നമുക്ക് ഇതേപോലെ മാർക്ക് ചെയ്യാം. പിന്നെ കുറച്ച് ബ്രസ്റ്റ് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ളവർ, അതായത് വണ്ണമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു അകലം നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂട്ടിയിട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ നല്ല കപ്പ് കുറച്ചുകൂടെ വലുതായിട്ട് നല്ല സൈസായിട്ട് കിട്ടുന്നതായിരിക്കും.
അപ്പോൾ ഇവിടെ ഞാൻ 1/2 ഇഞ്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അടുത്ത ഒരു മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നിങ്ങൾക്ക് 2 ഇഞ്ച് മുകളിലേക്ക് എടുക്കാം, അതല്ലെങ്കിൽ കറക്റ്റ് ആം ഫിറ്റിൻ്റെ അവിടുന്ന് ഹാഫ് എടുക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് 1 ഇഞ്ചും എടുക്കാം. ഞാൻ കറക്റ്റ് 1 ഇഞ്ച് ആണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ മുകളിലേക്ക് കണ്ടോ, അതിലേക്ക് മുട്ടിച്ചു. എന്നിട്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു 1/2 ഇഞ്ച് 2 വശത്തേക്ക് ഇട്ടതും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അപ്പോൾ കണ്ടോ, ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് മിച്ചമുള്ള ഈ തുണിയിൽ നിന്ന് വേണം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും. മിച്ചമുള്ളത് ഇത്രയും ഭാഗം ആണ് നമുക്ക് കിട്ടിയത്. അതിൽ നിന്ന് നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ ഈ ഒരു പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെച്ചിട്ട് ഞാൻ പിൻ കുത്തുകയാണ്. എന്നിട്ട് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഭാഗം നമുക്ക് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം താഴത്തെ ഈ ഭാഗം 1/2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അതിനാണ് നമ്മൾ പേപ്പർ കട്ടിങ് യൂസ് ചെയ്യുന്നത്. നമുക്ക് തുണിയിലേക്ക് നേരെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യൽ തുമ്പ് കൂടുതലൊക്കെ ഇട്ട് ഒക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ അതിനേക്കാളിലൊക്കെ എളുപ്പമാണ് നമ്മൾ പേപ്പർ കട്ടിങ് വെച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ. മിഡിൽ പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗം മാത്രം 1/2 ഇഞ്ച് കൂട്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ബാക്കി നമുക്ക് ഈ ഒരു ഭാഗം കൂടാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ നമുക്കിതിപ്പോൾ നേരെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കേർട്ടിന് അല്ലെങ്കിൽ കൈക്കോ ഒക്കെ തികയാതെ വരും. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നേരെ മുറിച്ചിട്ട് ഇനി സ്കേർട്ടിനുള്ളതും കൂടെ നമ്മളൊന്ന് അളന്നെടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് ഈ പീസ് കട്ട് ചെയ്യാം. എനിക്കിപ്പോൾ ഇതിങ്ങനെ വന്നത് ഈ താഴേക്കുള്ള പൂക്കളുടെ ഡിസൈൻ ആയതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം വരത്തില്ല. ഒറ്റ ഡിസൈൻ ആണെങ്കിൽ മുകളിൽ തന്നെ നമുക്ക് തുണി മടക്കിയിട്ട് കട്ട് ചെയ്യാനായിട്ട് കിട്ടും. അപ്പോൾ ഇതേപോലെ തുണി 2ആയിട്ട് മടക്കി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഫുള്ള് ഞാൻ 4ആയിട്ട് ആദ്യം നീളത്തിൽ മടക്കി പിന്നെ വീതിയിലും മടക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം എന്താ ഇത്രയും ലെങ്ത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ തുണി ധാരാളം എനിക്കുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുക്കാൻ പോകുന്ന ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 32 അപ്പോൾ നമ്മൾ ടോട്ടൽ ലെങ്ത്ത് 47 ഞാൻ കുർത്തിക്ക് ഇട്ടിരിക്കുന്നത്. 47. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പൂടെ ഞാൻ കൂട്ടിയേക്കുകയാണ്. കാരണം നമ്മൾ ഈ പാനൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു ഏറ്റക്കുറച്ചിൽ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. കട്ട് ചെയ്യുമ്പോൾ ലെങ്ത്ത് കുറയും എന്ന് നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ ഒരു 2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതുമാത്രമല്ല താഴ്വശം നമുക്ക് റോൾ ഹെം ചെയ്യാൻ പറ്റത്തില്ല. 2ആയിട്ട് മടക്കി തയ്ച്ചു കൊടുക്കേണ്ടി വരും. കാരണം ഈ പാനൽ ചേർത്ത് തയ്ക്കുമ്പോൾ റോൾ ഹെം ചെയ്യാൻ പറ്റത്തില്ല. ഈ റോളിനകത്തൂടെ നമുക്ക് നന്നായിട്ട് ചേർത്ത് തയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 34 ഇഞ്ച് എടുത്തിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ കുർത്തിക്ക് ടോട്ടൽ ലെങ്ത്ത് ഇപ്പം ഞാൻ തയ്യൽ തുമ്പോടെ ചേർത്ത് എടുത്തിരിക്കുന്നത് 49ഓളം വരും. അപ്പോൾ അത് അങ്ങനെ വേണമെന്നുള്ളവർ ഇട്ടാൽ മതി കേട്ടോ. ഇപ്പോൾ തുണിയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ 32 47 ലെങ്ത്ത് കിട്ടുന്നത്. 2 ഇഞ്ച് കൂടെ ഞാൻ കൂട്ടിയിട്ട് 34 ഇഞ്ചിന് കട്ട് ചെയ്തു. മിച്ചം നമുക്ക് ഇത്രയും തുണി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സ്ലീവിനുള്ളത് കറക്റ്റായിട്ട് മടക്കി ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഞാൻ മടക്കിയിട്ടു. ജസ്റ്റ് നമ്മളതങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. സ്ലീവ് പിന്നീട് നമുക്ക് അളന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് മിച്ചമുള്ള പീസിൽ നിന്നാണ് നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ പ്രിൻസസ് കട്ടിൻ്റെ ഒരു പീസ് ഇല്ലായിരുന്നോ അത് വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്യാം. ഇത് നേരെ ഇതിലേക്ക് വെക്കുക. എന്നിട്ട് ശ്രദ്ധിക്കണം, ഇതിൻ്റെ കട്ടിങ്ങിലും വ്യത്യാസമുണ്ട്. നേരെ ഇതേപോലെ കട്ട് ചെയ്യരുത്. പേപ്പർ കട്ടിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ 1/2 ഇഞ്ച് ഇവിടം കൂട്ടിയിട്ട് കൊടുക്കുക. നമുക്ക് ചേർത്ത് തയ്ക്കാനുള്ള തുമ്പിന് വേണ്ടിയിട്ട് 1/2 ഇഞ്ച് ഇവിടം കട്ട് ചെയ്തു. ഇവിടം അതേപോലെ തന്നെ കട്ട് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് നമ്മൾ 1/2 ഇഞ്ച് കൂട്ടി 1 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തില്ലേ, അത് പോകുമ്പോൾ തയ്യൽ തുമ്പ് പോകാതിരിക്കാൻ ഇവിടെ ഇച്ചിരി കൂട്ടിയിട്ട് കട്ട് ചെയ്യുക. മനസ്സിലായി? ഈ ഭാഗം കൂട്ടി ഇവിടവും കൂട്ടി അതിങ്ങോട്ട് ചേർന്ന് വരുമ്പോൾ തയ്യൽ തുമ്പ് കുറഞ്ഞു പോകും. അങ്ങനെ വരാതിരിക്കാനാണ് അവിടെ ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഇവിടെയും അതേപോലെ തന്നെ കട്ട് ചെയ്യുക. അപ്പോൾ കണ്ടോ, ഇതേപോലെ കിട്ടി. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ തുണി പല ഭാഗത്തു നിന്നാണ് കട്ട് ചെയ്തെടുക്കുന്നെങ്കിൽ ഇടതുവശവും വലതുവശവും വരുന്ന രീതിയിൽ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. മനസ്സിലായോ? രണ്ടും ഒരു വശം പോലെ ആയി പോകരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചേർത്ത് തയ്ക്കാനായിട്ട് പറ്റത്തില്ല. അകവും പുറമുള്ള തുണിയാണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ തയ്യൽ തുമ്പാണ് ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്ത്. ഇതിൻ്റെ രണ്ടിൻ്റെയും തയ്യൽ തുമ്പ് നമ്മൾ പേപ്പർ കട്ടിങ് ആയതുകൊണ്ട് തുണിയിൽ വെച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇത്രയും പീസാണ് എനിക്ക് തുണിയിൽ നിന്നും ആവശ്യമില്ലാതെ കിട്ടിയത്. അപ്പോൾ ഇത് നമ്മൾ നെക്കിന് വെക്കാനായിട്ട് എന്തെങ്കിലും കാര്യത്തിന് യൂസ് ചെയ്യാം. ഇനി ഇതാണ് നമ്മുടെ സ്ലീവ്. അപ്പോൾ ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ അത് സ്ലീവ് ഇഷ്ടമുള്ള ലെങ്ത്തിൽ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം കേട്ടോ.
അപ്പോൾ ഞാനിവിടെ 16 ഇഞ്ച് കൊടുത്തു, താഴേക്ക് 8.5 ഇഞ്ച് മാർക്ക് ചെയ്തു, ഇവിടുന്ന് 3.5 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് 1/2 ഇഞ്ചും കൊടുത്തു. നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് കുഴിച്ച് ഫ്രണ്ട് സൈഡും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത നമുക്ക് സ്കേർട്ട് പാർട്ടാണ് കട്ട് ചെയ്യാനുള്ളത്. ഇതേപോലെ 2 പീസുകളാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. 34 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത് 2 പീസുകളാണ് നമ്മൾ ഒരുമിച്ചിട്ട് കൊടുത്ത്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് ഞാൻ ഒന്ന് മടക്കി ഇടുകയാണ്. അപ്പോൾ ഇത് 4 മടക്ക് വന്നിട്ടുണ്ട്. വീണ്ടും ഇത് നമ്മൾ ഒന്നുകൂടെ മടക്കും. അപ്പം നമുക്ക് 8 മടക്ക് വരുന്നതായിരിക്കും. ഇതാ ഒന്നുകൂടെ മടക്കി 8 മടക്ക്. വീണ്ടും നമ്മളിത് ഒന്നുകൂടെ മടക്കുമ്പോൾ നമുക്ക് 16 മടക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് 16 മടക്കാണ്. 16 ഗുണം 1.5 കൂട്ടുമ്പോൾ നമുക്ക് 24 കിട്ടുന്നുണ്ട്. നമുക്ക് ഏകദേശം ഫ്രണ്ട് വശത്തേത് വിരിവ് നമ്മൾ തയ്യൽ തുമ്പ് 11 അല്ലേ കൊടുത്തത്. അപ്പോൾ 11 ഗുണം 2 നോക്കുമ്പോൾ 22 കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 1.5 വെച്ച് വീതിയിൽ കൊടുത്താലും നമുക്ക് 1.5 ഗുണം 16 നോക്കുമ്പോൾ 24ഓളം കിട്ടുന്നുണ്ട്. പിന്നെ ചേർത്ത് തയ്ച്ച് തയ്യൽ തുമ്പെല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും. 1.5 വെച്ച് കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. വീതി നമുക്ക് ഇതിനകത്ത് ഫുള്ളായിട്ട് 5 വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഒരു താഴ്ഭാഗം വിരിവ് വരണ്ടേ. അപ്പോൾ നമുക്ക് ഈ 1.5 വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യണം. മുകളിലും 1.5 കട്ട് ചെയ്തു, താഴെയും 1.5 വെച്ച് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, ഈ സിസറ് മൂർച്ച പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പതുക്കെ പതുക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇത്രയും തുണി കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ 1.5 ഇഞ്ച് വീതിയിൽ മുകളിലും എടുത്തു, നമ്മൾ താഴെ എടുത്തു, കണ്ടോ ഇതേപോലെ. എന്നിട്ട് നമുക്കിത് നിവർത്തിയിടാം. അപ്പോൾ നമുക്ക് ചെറിയ 4 പീസ് കിട്ടും. അത് ഇതിൻ്റെ തുമ്പാണ് കേട്ടോ. അത് നമുക്ക് 2 വശത്തായിട്ട് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഫുള്ള് നമ്മൾ ഫ്രണ്ട് സൈഡിനുള്ളതും ബാക്ക് സൈഡിനുള്ളതും കറക്റ്റാക്കി എടുക്കുകയാണ്. കണ്ടോ 1.5 എന്ന് പറയുമ്പോൾ അത് നിവർന്ന് കിട്ടുമ്പോൾ 3 ഇഞ്ചിന് കിട്ടുന്നതായിരിക്കും. ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ അളന്ന് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ട്. കുറച്ചൊരു തയ്യൽ തുമ്പ് ചിലപ്പോൾ കൂടുതൽ വന്നേക്കാം. ഇത് ചേർത്ത് തയ്ക്കുന്നത് പോലെ ഇരിക്കും. എന്തായാലും തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ഞാനത് കാണിച്ചു തരാം, യോക്കുമായിട്ട് ചേർത്ത് വയ്ക്കുമ്പോൾ എനിക്ക് എത്രത്തോളം കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് 1.5 ഇഞ്ച് വെച്ചാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. വണ്ണം കുറഞ്ഞവരാണെങ്കിൽ 1.25 മതി. അതിലും വണ്ണം കൂടിയവരാണെങ്കിൽ 2 ഇഞ്ച് വെച്ചൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. ഇനി നമുക്ക് നെക്കിന് കട്ട് ചെയ്യാനായിട്ട് എങ്ങനെയെന്ന് നോക്കാം. നെക്ക് അകലം ഞാൻ 3 ഇഞ്ചും താഴേക്കുള്ള ഇറക്കം നോർമൽ 6 എടുക്കുന്നത്. ഒരു 1/2 ഇഞ്ച് കൂടെ കൂട്ടി 6.5 എടുക്കുകയാണ്. ഷോൾഡറിൻ്റെ 1/2 ഇഞ്ചും കൂട്ടി 7 ഇഞ്ച്. അപ്പോൾ അത് 7 ഇഞ്ച് താഴേക്ക് എടുത്തു. എന്നിട്ട് ഇവിടെ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതാ ഈ ഒരു ഷേപ്പ് നമ്മൾ കൊടുക്കുകയാണ്. ഇഷ്ടമുള്ള ഷേപ്പ് നിങ്ങൾക്ക് വരച്ചെടുക്കാമേ. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇതേപോലെ കിട്ടി. ബാക്ക് സൈഡ് നമ്മൾ 3 ഇഞ്ച് അകലവും 4.5 ഇഞ്ച് ഇറക്കവുമാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ റൗണ്ട് നെക്ക് നമ്മൾ കൊടുത്തു. അങ്ങനെ നമ്മൾ ബാക്ക് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാ കട്ടിങ്ങും നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്കേർട്ട് പാർട്ട് ഞാൻ 1.5 ഇഞ്ച് വീതിയിലാണ് കട്ട് ചെയ്തെടുത്തത്. 16 മടക്കുണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കണ്ട. നമ്മൾ മടക്കിയ മുകൾ ഭാഗത്തു നിന്ന് നമുക്ക് 16 മടക്കുണ്ട്. അവിടുന്ന് നമ്മൾ ഫ്രണ്ട് സൈഡിനുള്ളത് കട്ട് ചെയ്തെടുക്കാം. താഴ്ഭാഗത്ത് നമുക്ക് ബാക്ക് സൈഡിനുള്ളതും കിട്ടും. അപ്പോൾ 16 ഇൻറ്റു 1.5 വെച്ച് 24 എനിക്ക് ഫ്രണ്ട് സൈഡിന് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിന് എനിക്ക് കറക്റ്റ് ഫിറ്റ് വരുന്നത് ഒരു 10 ഇഞ്ച് അത്രയൊക്കെ മതി നമുക്ക്. അപ്പോൾ എന്തായാലും നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിലുണ്ടാവും. ഇത് രണ്ടും കൂടെ കണ്ടിട്ട് വേണം നിങ്ങൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. പെട്ടെന്ന് തന്നെ ചാടിക്കയറി നമ്മൾ ചെയ്യരുത്. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഒരു ബുദ്ധി ഉണ്ടല്ലോ, അതനുസരിച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. പിന്നെ നമ്മുടെ നൈറ്റി മെറ്റീരിയൽസ് ഉണ്ട്, വേണമെങ്കിൽ എല്ലാവർക്കും ഒന്ന് കയറി നോക്കാവുന്നതാണ്. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്, ബൈ ബൈ.